നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ പേസ്റ്റും കോൾഗേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ മൗത്തിന്റെ ഏരിയയിൽ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ ലിഫ്റ്റിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ അവരുടെ ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഞാൻ നോട്ട്സ് ആയിട്ട് അതായത് വിട്ടുപോകാണ്ട് അതായത് ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അങ്ങനെ വൈറ്റമിൻ സി, കോജിക് ആസിഡ് ഇതൊക്കെ പറഞ്ഞാൽ എന്റെ ബേസിൽ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പ്രശ്നമുള്ളവർ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലോ എന്ന് ചെയ്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്തൊക്കെ യൂസ് ചെയ്തിട്ട് മൗത്തിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ഈ ഒരു ഏരിയയിലൊക്കെ വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറുന്നില്ല എന്നൊരു കൺസെപ്റ്റ് പലരിലും വരാറുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലും റീസെന്റ് അങ്ങനെ കുറച്ച് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് മൗത്തിന് ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, അത് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത്. പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നുണ്ട് എന്ന കൺസേൺ ആയിട്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ലിപ്സിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറുന്നില്ല എന്നുള്ളത് പലരുടെയും ഒരു കൺസേൺ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇത്തിരി ഡാർക്ക് ആണ്. നമ്മുടെ മറ്റുള്ള സ്കിൻ ടോൺ, മറ്റുള്ള രാജ്യത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇച്ചിരി ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൗത്തിന്റെ ഈ ഏരിയ കുറച്ചും കൂടി ഒന്ന് പിഗ്മെന്റേഷൻ ലൈറ്റ് ആയിട്ട് ഉണ്ടാവും. അത് നോർമൽ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഓൾ ഫേസിനെക്കാളും ചെറിയ രീതിയിലൂടെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവും. എന്നാൽ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ മാത്രം. എന്നാൽ അത് കൂടുതലാവുമ്പോഴാണ് അതൊരു ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് മാറുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവുന്നതും കൺസേൺ എടുക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നോർമലി കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ലിപ്സിന്റെ ചുറ്റുമുള്ള ആ മൗത്തിന്റെ ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന്റെ കുറച്ച് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് സ്കിന്നിൽ. എന്നാൽ ഓൾ സ്കിന്നിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൗത്തിന്റെ ഏരിയ കുറച്ച് ഡാർക്ക് ആവാറുണ്ട്. അങ്ങനെ കൂടുതൽ ഡാർക്ക് ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ അതിന് കുറെ കോസസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ കോസസ് കണ്ടുപിടിച്ച് അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഇത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് അണ്ടർലൈൻ കോസസ് വരുന്നുണ്ട്. നമ്മൾ അത് ആദ്യം കണ്ടുപിടിച്ച് അതിനെ കുറച്ച് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മൗത്ത് സർക്കിളിൽ വരുന്ന ആ ഒരു പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ കോസസ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കോസ് വരുന്നത്, നമ്മൾ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചില ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ചിലർക്ക് ആപ്റ്റ് ആവില്ല. അതിന്റെ ബേസിൽ നമുക്ക് മൗത്ത് ഏരിയയിൽ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് കോസ് വന്നിട്ട്, നമ്മൾ എപ്പോഴും ലിപ്സ് ലിക്ക് ചെയ്യുന്ന ആളുകളാണ്, ലിപ്സ് എപ്പോഴും ലിക്ക് ചെയ്യുന്ന ആളുകളായി, അതായത് ഇങ്ങനെ നാവിട്ടിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ആക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ആക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഒരു 80% കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മൗത്തിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അപ്പോൾ എപ്പോഴും ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടൊക്കെ എടുക്കാണ്ട് നമ്മൾ ജെന്റിൽ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ നോക്കിയെടുക്കുക. എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ അവോയ്ഡ് ചെയ്തു വൈറ്റ് ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പല്ലൊക്കെ പൊന്തിയിട്ട് നമ്മൾ ക്ലിപ്പ് എടുത്തില്ലേ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ അലർജി മൂലം നമുക്ക് ചിലരിൽ മൗത്തിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റൊരു കോസ് എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റില് എന്തെങ്കിലും ഒക്കെ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് കണ്ടന്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു പിഗ്മെന്റേഷൻ കൂടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും 100% എന്താ പറയാ, നല്ലൊരു ബ്രാൻഡ് നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി കാണുന്ന വെളിയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും കറക്റ്റ് അളവിൽ വരുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, മേക്കപ്പ് പ്രൊഡക്റ്റുകൾ നോക്കി ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഒരുപാട് മാർക്കറ്റിൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഒന്ന് കഴിഞ്ഞാൽ രണ്ടെന്ന രീതിയിൽ ദിനം പ്രതി പ്രൊഡക്റ്റുകൾ നമ്മൾ എന്താ പറയാ, ഒരു ഇതാണല്ലോ, അതായത് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറങ്ങാതെ ഒരു എന്താ പറയാ,
ഡെയിലി ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അതൊരു ബിസിനസിന്റെ ഒരു ടെക്നിക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാണുന്ന അഡ്വർടൈസ്മെന്റിന്റെ വഴിയായിട്ട് നമ്മൾ ചാടി കയറി വാങ്ങുമ്പോൾ അതില് നല്ല എന്താ പറയുക, നല്ല അഫോർഡബിൾ റേറ്റ് നോക്കി വാങ്ങാണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾ കണ്ടുവരുന്ന ഒരു കോസ് എന്ന് പറയുന്നത് മാസ്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഒരു 1 to 2 hours ഒക്കെ അടുപ്പിച്ച് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ മാസ്ക് വെയർ ചെയ്യുന്ന ആ ഒരു സർട്ടൈൻ പോർഷനിൽ ഈ മൗത്തിന്റെ ഒരു സർക്കുലർ ഒരു പോർഷൻ ആണല്ലോ കവറായിട്ട് വരുന്നത് നമ്മുടെ മൂക്കിന്റെ. ആ പോർഷനിലൊക്കെ നമുക്ക് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട്. പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലുള്ള ഡാർക്ക് കളറിലുള്ള ഡിസ്പോസിബിൾ ആയിട്ട് വരുന്ന മാസ്കുകളൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, റീയൂസബിൾ മാസ്ക് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ മാസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാഷ് ചെയ്ത് റീയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഡെഫിനറ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അഴുക്കുകളൊക്കെ ആയി പെട്ടെന്ന് ഇവിടെ പറ്റിപ്പെടുന്നു, അങ്ങനെ നമ്മൾ അടഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു നമ്മുടെ ശ്വാസത്തിന്റെ ആ ഇതും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് പുഴുകിയാകെ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്രയൊക്കെ കോസസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ വന്നുപോയ ഹൈപ്പർ പിഗ്മെന്റേഷനെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നതാണ് നമ്മുടെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിലോട്ട് കിടക്കാം. അതിന് വേണ്ടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു പോയത് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഓൾറെഡി ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നില്ല. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഈ ഒരു അശ്വനി എന്ന് പറഞ്ഞ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റീസെന്റ് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് മൗത്തിന് ചുറ്റുള്ളത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ചേച്ചിയിൽ വെച്ചിട്ട് അശ്വനി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അശ്വനി, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കമന്റ് ഞാൻ ഇവിടെ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ടായിരുന്നു കൊടുക്കാം. അപ്പോൾ ആ കുട്ടി അത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമ്മൾ ആദ്യം കോഴ്സിനെ ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. അതിനുവേണ്ടി DIY ആയിട്ട് ഒരുപാട് റെമഡികൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിന്ന് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവളുടെ അടുത്താണ് എല്ലാം ചോദിക്കാറ്. അപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിടണം എന്നുള്ള ഒരു ഇതിലല്ല ഞാൻ ചോദിച്ചു വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു കമന്റ് വന്നതിന്റെ ബേസിലാണ് ഞാൻ ഇന്ന് തന്നെ ഓക്കെ ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിന്റെ കോഴ്സസ് ഒക്കെ ആദ്യം ട്രീറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ വന്ന പോയ പിഗ്മെന്റേഷൻ എങ്ങനെ റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് റിമൂവ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് DIYs ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കുറേ ലോങ് പ്രോസസ്സാണ് DIY നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഒരു 3 to 6 മന്തെങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്താൽ മാത്രമാണ് മാറ്റി കിട്ടാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഒരു 1 മന്തിനുള്ളൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന 1-2 ഫാർമസി പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞു തരാം. ഫാർമസി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സിറംസ് പറഞ്ഞു തരാം കേട്ടോ. വൈറ്റമിൻ സി, ക്ലയേഴ്സിന്റെ വൈറ്റമിൻ സി നന്നായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും. ഇപ്പൊ ക്ലയേഴ്സിന്റെ തന്നെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡിന്റെ നോക്കി വൈറ്റമിൻ സി സിറം ചൂസ് ചെയ്യാവുന്നതാണ്. ഡീകൺസ്ട്രക്റ്റിന്റെ അത്യാവശ്യം നല്ലതാണ്, ഞാൻ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. ക്ലെയേഴ്സിന്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ക്ലെയേഴ്സിന്റെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീംസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. മാർക്കറ്റിൽ നിന്നല്ല, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഓയിൻമെന്റുകൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോജിക് ആസിഡ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറം പോലെ തന്നെ നമുക്ക് കോജിക് ആസിഡിന്റെ സിറം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾ ഫേസ് നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടുതലായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മൗത്തിന്റെ ഏരിയയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ജനറ്റിക് ആയിട്ട് വരുന്ന ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മാറത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലെ ജനറ്റിക്സ് ആയിട്ട് വന്നതാണെങ്കിൽ ഒരിക്കലും അത് മാറ്റാൻ വേണ്ടി പറ്റില്ല. നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തൊന്ന് ചെറിയ രീതിയിൽ ലൈറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ കോജിക് ആസിഡ് വൈറ്റമിൻ സി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ കോഴ്സസ് ആദ്യം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ടൂത്ത് പേസ്റ്റുകൾ, അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, ലിപ്സ്റ്റിക് ഒക്കെ
ചീപ്പ് റേറ്റിന് കിട്ടുന്ന ലിപ്സ്റ്റിക്, അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ വാരിക്കോരി തേക്കേണ്ട, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12ഉം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ നമുക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൗത്തിന് ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ ഈ കണ്ണിന് ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അണ്ടർ ഐയിൽ അല്ലെങ്കിൽ മൗത്തിന് ചുറ്റൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12ഉം ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് വരുന്നതെന്നും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണമെന്നും. പിന്നെ നമുക്ക് എന്താ പറയാ സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ബോഡി സ്കിൻ ലൈറ്റനിങ് ചെയ്യാനൊക്കെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ക്ലിനിക്കുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ സ്കിൻ കെയർ, അതുപോലെ തന്നെ മേക്കപ്പ്, ഡെയിലി വ്ലോഗ്സ് എല്ലാം കൂടി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.